കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിന്റെ 2 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ടീം കളിയിൽ വ്യക്തമായ ആധിപത്യം നേടിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയ സ്കോറുകളൊന്നും ഇരു ടീമുകൾക്കും മത്സരത്തിൽ നേടാൻ കഴിഞ്ഞില്ല. ബാറ്റർമാർക്ക് അനുകൂലമായ പിച്ചൊന്നുമല്ലായിരുന്നു കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഉള്ളത്. ബൗളർമാരായിരുന്നു ഈ ഒരു മത്സരത്തിൽ ആധിപത്യം നേടിയത്. ബാറ്റർമാർ റൺസ് കണ്ടെത്താൻ വളരെ പാടുപെടുന്നത് നമ്മൾ കണ്ടു. അതിനാൽ ഇരു ടീമുകളും വലിയ സ്കോറൊന്നും ഇരു ടീമുകൾക്കും നേടാൻ കഴിഞ്ഞില്ല. ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 159 റൺസിന് അവസാനിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 189 റൺസാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ചെറിയൊരു ലീഡൊക്കെ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ആ ലീഡിനെയെല്ലാം മറികടന്നുകൊണ്ട് ദക്ഷിണാഫ്രിക്ക രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 93 റൺസ് എന്ന നിലയിലാണ്. അതായത് ഇന്ത്യക്കെതിരെ അവർ വെറും 63 റൺസിൻ്റെ ലീഡ് മാത്രമാണ് നേടിയിരിക്കുന്നത്. ഇനി കളി അവസാനിക്കാൻ 3 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഒരുപക്ഷെ ഇന്നുകൊണ്ട് തന്നെ കളിക്കൊരു റിസൾട്ട് വന്നേക്കാം. അതെല്ലാം പ്രതീക്ഷിച്ചാണ് നമ്മളും കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ആവേശകരമായ ഇന്ത്യൻ വിജയത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ആരാധകരെല്ലാം ആയിരിക്കുന്നത്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ബാറ്റർമാരെ അങ്ങനെ പിച്ച് റൺസ് നേടാൻ അനുവദിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു കാര്യം ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന് പരിക്ക് പറ്റിയതാണ്. ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ശുഭ്മാൻ ഗിൽ 4 റൺസ് നേടി നിൽക്കുകയാണ് പരിക്ക് പറ്റി താരത്തിന് പുറത്തു പോകേണ്ടതായിട്ട് വന്നത്. എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരം രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് എന്നതാണ്. കഴുത്തിന് അതിയായ വേദനയുണ്ട്. അതെല്ലാം ശമനം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും താരത്തിന് ഇനി ബാറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ശുഭ്മാൻ ഗില്ലിൻ്റെ അഭാവത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഉപനായകനായ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്നത്. എന്തായാലും ഇന്ത്യ വിജയത്തിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈഡൻ ഗാർഡനിൽ കാണുന്നത്. ഈ ഒരു ടെസ്റ്റ് മത്സരം ആരംഭിക്കും മുമ്പ് തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും സെഞ്ചുറികളൊക്കെ പിറക്കും, മികച്ച ബാറ്റിംഗ് പ്രകടനം കാണാം, വമ്പൻ സ്കോറൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സെഞ്ചുറി പോയിട്ട് ഒരു അർദ്ധ സെഞ്ചുറി പോലും ഒരു താരങ്ങൾക്കും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം പിച്ച് ബാറ്റർമാരെ ഒരു കാര്യത്തിലും റൺസ് നേടാൻ അനുവദിച്ചില്ല എന്ന് തന്നെ പറയുന്നതാകും ശരി. 39 റൺസ് നേടിയ ഇന്ത്യയുടെ ഓപ്പണറായ KL രാഹുലാണ് ഇരു ടീമുകളുടെ ബാറ്റർമാർ നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്കോററായിട്ട് നിൽക്കുന്നത്. എന്തായാലും ബൗളർമാർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ബൗളർമാരെ പിച്ച് അകമഴിഞ്ഞങ്ങ് സഹായിക്കുകയായിരുന്നു. ആദ്യ ഒന്നാം ഇന്നിംഗ്സിൽ തന്നെ ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് നേടുന്നു. പിന്നീട് ഇന്ത്യൻ സ്പിന്നർമാർ തകർത്താടുന്നു. അങ്ങനെ കളി എന്തായാലും ഇന്ത്യയുടെ പരിധിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ബൗളർമാർ. സെഞ്ചുറികളൊന്നും പിറന്നില്ലെങ്കിലും ഇന്ത്യൻ താരങ്ങളിൽ നിന്നും ചില റെക്കോർഡുകൾ പിറക്കുകയുണ്ടായി ഈഡൻ ഗാർഡനിൽ. ആ റെക്കോർഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയുടെ യുവ ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ വമ്പനൊരു റെക്കോർഡ് നേടുകയുണ്ടായി. ഇന്ത്യൻ ഇതിഹാസ താരമായ സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡിനെയാണ് യശസ്വി ജയ്സ്വാൾ മറികടന്നിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 50 ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിൽ ഇതിഹാസ താരമായ സച്ചിൻ തെണ്ടുൽക്കറെ മറികടന്നിരിക്കുകയാണ് യശസ്വി ജയ്സ്വാൾ. ഈ ഒരു ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സിൽ താരത്തിന് വലിയ ബാറ്റിംഗ് പ്രകടനമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. വെറും 12 റൺസ് മാത്രമേ താരം നേടിയുള്ളൂ. എന്നിരുന്നാലും സച്ചിനെ റെക്കോർഡിനെ മറികടന്നിരിക്കുകയാണ് താരം. 50 ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് 2450 റൺസാണ് യശസ്വി ജയ്സ്വാൾ നേടിയിരിക്കുന്നത്.
അതേസമയം സച്ചിൻ തെണ്ടുൽക്കർ 50 ഇന്നിങ്സുകളിൽ നിന്നായി 2415 റൺസാണ് നേടിയത്. മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയാണ്. ഒന്നാം ഇന്നിങ്സിൽ വിക്കറ്റൊന്നും നേടാൻ താരത്തിന് കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം ഇന്നിങ്സിൽ 4 വിക്കറ്റുകളും നേടിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ അന്തകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് രവീന്ദ്ര ജഡേജ. ആ ഒരു 4 വിക്കറ്റ് പ്രകടനത്തോടെയും വമ്പൻ നേട്ടത്തിൽ തന്നെയാണ് താരം എത്തിയിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 വിക്കറ്റുകൾ കടന്നിരിക്കുകയാണ് താരം. കൂടാതെ 4000 റൺസും താരം നേടിയിരിക്കുകയാണ്. ഈ ഒരു റെക്കോർഡാണ് രവീന്ദ്ര ജഡേജ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു റെക്കോർഡ് നേടിയിരിക്കുന്നത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്താണ്. ഇന്ത്യൻ ഇതിഹാസ താരമായ വീരേന്ദ്ര സെഹ്വാഗിൻ്റെ ഒരു വമ്പൻ റെക്കോർഡിനെയാണ് ഋഷഭ് പന്ത് മറികടന്നിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സിക്സർ വേട്ടയിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമനായി നിന്ന വീരേന്ദ്ര സെഹ്വാഗിനെ മറികടന്നുകൊണ്ട് ഋഷഭ് പന്ത് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വീരേന്ദ്ര സെഹ്വാഗ് 90 സിക്സറുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയപ്പോൾ ഋഷഭ് പന്ത് ഇപ്പോൾ 91 സിക്സറുകളാണ് നേടി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വീരേന്ദ്ര സെഹ്വാഗ് 103 ടെസ്റ്റുകളിൽ നിന്നാണ് 90 സിക്സറുകൾ നേടിയപ്പോൾ വെറും 47 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് ഋഷഭ് പന്ത് 91 സിക്സറുകളിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സിക്സർ വേട്ടയിൽ മുന്നിൽ നിൽക്കുന്ന ഋഷഭ് പന്തിനും വീരേന്ദ്ര സെഹ്വാഗിനും ശേഷം ഈ ഒരു പട്ടികയിൽ നിൽക്കുന്ന ഇന്ത്യൻ താരങ്ങൾ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും MS ധോണിയുമൊക്കെ തൊട്ടു പിന്നാലെ ഉണ്ട്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.